നമ്മളെ ഫോണിൽ നമ്മൾ അറിയാണ്ട് ഒളിച്ചിരിക്കുന്ന ഒരുപാട് ഫീച്ചറുകളുണ്ട്. പലതും നമ്മൾ ഇതറിയാണ്ട് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യും. അതുപോലെ അധികാരിക്കും അറിയാത്ത എന്നാലും 100% ഉപകാരമായിട്ടുള്ള 2-3 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഉപകാരം തോന്നിയിട്ടുണ്ട് നിങ്ങളെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്നാമത്തെ ടിപ്സ്, നമുക്കിപ്പം വാട്സപ്പിൽ നമ്മളെ സുഹൃത്തിന് ഒരു വീഡിയോ അയച്ചു കൊടുക്കണമെങ്കിൽ സാധാരണ നമ്മളൊരു വീഡിയോ അയച്ചു കൊടുക്കുന്ന നേരം അത് വീഡിയോ ആയിട്ട് അതിൻ്റെ ഓഡിയോ കൂടിയാ പോവുക. അതിൻ്റെ ഓഡിയോ ഇല്ലാണ്ട് വീഡിയോ മാത്രം, വീഡിയോയിലുള്ള സംഭാഷണങ്ങളോ മ്യൂസിക്കോ എന്തെന്നായാലും അതില്ലാണ്ട് വീഡിയോ മാത്രം, വിഷ്വൽ മാത്രം അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഇതിന് നമ്മളെ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടത്? അതിന് നിങ്ങളെ ഫോണിൽ ഏത് ഫോണായാലും അതിൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ അയച്ചു കൊടുക്കേണ്ടത് ആ വീഡിയോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണാം, അതിൻ്റെ സൗണ്ടും ഉണ്ട്. ഞാനിപ്പോൾ അതൊന്ന് പോസ് ചെയ്യട്ടെ. ഈ സൗണ്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് ഇല്ലാണ്ട് നമുക്ക് വാട്സപ്പ് കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ? ആ ഒരു സംഭവം കാണുന്നുണ്ടോ നടുക്ക്, അതിലൊന്ന് ഞെക്കിയാൽ ഇവിടെ ഒരു എഡിറ്റിംഗ് ടൂൾ പോലെ നമ്മളെ വീഡിയോ വരും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു മൈക്ക് ചിഹ്നം കാണാം. ഈ മൈക്ക് ചിഹ്നത്തിൽ ഒന്ന് ഞെക്കിയാൽ അവിടെ ഒരു ക്രോസ് ലൈൻ വരും. പിന്നെ ആ വീഡിയോക്ക് സൗണ്ട് ഉണ്ടാകില്ല. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. വോളിയം ഫുള്ളാണ്, പക്ഷേ സൗണ്ട് ഇല്ല. ഇനി എന്ത് ചെയ്യുക? ഇവിടെ സേവ് കോപ്പി എന്നുള്ള ഒരു സംഭവമുണ്ട്. സേവ് കോപ്പി കൊടുക്കുക. അത് സേവ് ആയി കഴിഞ്ഞ് ആ വീഡിയോൻ്റെ സൗണ്ട് പോയി. ഇനി നമുക്കിവിടെ ഷെയർ അയക്കണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് സുഹൃത്തിനാണോ അയക്കേണ്ടത് ആ സുഹൃത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇവിടെ കാണാം ആ വീഡിയോ വോളിയം ഫുള്ളാണ്, പക്ഷേ സൗണ്ട് ഇല്ല. വീഡിയോൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വെറും വിഷ്വൽ മാത്രമായിട്ട് സുഹൃത്തിന് അയച്ചു കൊടുക്കുക. ഇനി അടുത്തത്, ഈ വീഡിയോ നിങ്ങൾ നോക്ക്. ഇതിപ്പം കയ്യിൽ വെച്ചെടുത്ത വീഡിയോ ആയതുകൊണ്ട് നല്ലോണം ഷെയ്ക്ക് ഉണ്ട്. ഈ ഷെയ്ക്ക് ഒഴിവാക്കാൻ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. അതിനും ഈ ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ള വീഡിയോ അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള നേരത്തെ അതേ സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റെബിലൈസ് ആകുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ ആട്ടവും കുലുക്കും ഒക്കെ അങ്ങ് നിപ്പിക്കും. ഇത് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞ് കണ്ടോ, മാക്സിമം ഇതിൻ്റെ ആട്ടവും കുലുക്കും ഒക്കെ നിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാനാവും, സേവ് ചെയ്യാനും ആവും. ഇതൊക്കെ ചെയ്താൽ സേവ് കോപ്പി എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത്, മൂന്നാമത്തത്, നമുക്കിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന നേരം അതിലുള്ള ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും. അതിനെന്താ ചെയ്യുക? നമ്മൾ പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. പക്ഷേ അന്നേരം വളരെ കറക്റ്റായിട്ടൊന്നും നമുക്കത് കിട്ടില്ല. അതിനും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം ഏതാണോ ആവശ്യമുള്ള ഫ്രെയിമിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് ഫ്രെയിം എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കോപ്പി സേവ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത പോലെ തന്നെ വളരെ കറക്റ്റായിട്ട് നമ്മളെ വീഡിയോൻ്റെ എത്ര ക്വാളിറ്റി ഉണ്ടോ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന നേരം അത്ര ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളെ ഫോണിലുള്ള ഗൂഗിൾ ഫോട്ടോസ് കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഫീച്ചറുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.